welcome back to another video. അപ്പോൾ ഇപ്പോൾ പലർക്കും അറിയില്ല എന്താണ് റെഡ് ഫ്ലാഗ് ഗ്രീൻ ഫ്ലാഗ്. ഒരു റിലേഷൻഷിപ്പിലുള്ള റെഡ് ഫ്ലാഗും ഗ്രീൻ ഫ്ലാഗും എന്താണെന്ന് അറിയാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ടല്ലേ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് പറയാം ഡ്രൈ ടെക്സ്റ്റ്. അതായത് നമുക്ക് നിങ്ങളിപ്പോൾ ടെക്സ്റ്റ് ചെയ്യുമ്പോൾ മെസ്സേജ് അയക്കുമ്പോൾ അതിനൊക്കെ തിരിച്ച് റിപ്ലൈ ആയിട്ട് വലിയ മറുപടിയൊന്നുമില്ല. ഇപ്പം കെ അല്ലെങ്കിൽ ആ ഓ എന്നുള്ള സിമ്പിളായിട്ട് മറുപടി മാത്രം തരുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. ഇപ്പം നിങ്ങൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആയിരിക്കും അതേ ടൈമിൽ നിങ്ങൾക്കൊരു വാല്യൂ തരാണ്ട് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലോ ഇപ്പം അതേ സെയിം ടൈം നിങ്ങളുടെ ഒരു പോസ്റ്റിന് ലൈക്ക് അടിക്കുന്നു, അല്ലെങ്കിൽ സ്റ്റോറിക്ക് ലൈക്ക് അടിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം വാനിഷായി പോകുന്ന ആൾക്കാർ ഇപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു, എന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾ വിളിച്ചിട്ട് എടുക്കുന്നില്ല, മെസ്സേജ് അയക്കുന്നില്ല, അങ്ങനെ വാനിഷായി പോകുന്ന ആൾക്കാർ. അങ്ങനെ വാനിഷായി പോയിട്ട് തിരിച്ചു വന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഇത്രയും നാളും കോണ്ടാക്ട് ഉണ്ടായിരുന്നത് പോലെ വീണ്ടും വന്നിട്ട് ഒരു കൂസലില്ലാണ്ട് സംസാരിക്കാന്ന് പറയൂലേ, അതുപോലെ ആയിരിക്കും. അടുത്ത ആൾക്കാരെന്ന് പറയുന്നതാണ് ടു ബിസി പീപ്പിൾ എന്ന് പറയുന്നത്. കാരണം ഇപ്പൊ നിങ്ങൾ എന്ത് കാര്യം പറഞ്ഞുകൊണ്ട് ചെന്നാലും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഒന്ന് സമയം ചെലവഴിക്കാൻ പോലും അവർക്ക് കുറച്ച് ടൈം മാറ്റി വെക്കാനില്ല. അവരെപ്പോഴും ബിസി എന്ന് പറയുന്നു. പക്ഷേ ഇപ്പൊ നമ്മൾ ഓൺലൈൻ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലായാലും വേറെ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലായാലും അവരുടെ ഇപ്പൊ സ്ക്രീൻ ടൈം ഒരു ഡേയിൽ 9 hours ആയിരിക്കും. ബട്ട് നിങ്ങൾ പറയുമ്പോൾ മാത്രം എല്ലാത്തിനും ബിസി. അപ്പൊ അങ്ങനെയുള്ള ഒരു ബിസിക്ക് ഒരർത്ഥമേ ഉള്ളൂ, അവോയ്ഡിങ്. നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവരെപ്പോഴും ബിസി എന്ന് പറഞ്ഞു നിങ്ങളെ മാറ്റി നിർത്തുന്നത്. ഇനി അടുത്ത ആൾക്കാരാണ് ഇപ്പൊ നിങ്ങളുടെ പാർട്ണറായിട്ട് ആക്ട് ചെയ്യും, പക്ഷെ അവർക്ക് ലേബിൾസ് ഇഷ്ടമായിരിക്കില്ല. കാരണം ഇപ്പം നിങ്ങളുടെ കൈ പിടിക്കുക അല്ലെങ്കിൽ ഡേറ്റിങ്ങിന് കൊണ്ടുപോകും, ഇപ്പം നിങ്ങളോട് അധിക സമയം സംസാരിക്കുന്നു എന്നൊക്കെ ഇരിക്കട്ടെ. പക്ഷെ വേറെ മറ്റൊരാൾ ചോദിക്കുമ്പോൾ അവർ എന്താ ജസ്റ്റ് വൈബിങ് അല്ലെങ്കിൽ ജസ്റ്റ് ഫ്രണ്ട്സ്, നമ്മൾ ജസ്റ്റ് ഫ്രണ്ട്സ് ആണെന്നുള്ള രീതിയിൽ ആയിരിക്കും. ഇനി അടുത്ത ആൾക്കാരായിരിക്കും അവരുടെ എക്സിനെ ഇപ്പോഴും അവർ നിങ്ങളുടെ അടുത്ത് എൻ്റെ ജസ്റ്റ് ഫ്രണ്ട് ആണെന്നുള്ള രീതിയിൽ ഇപ്പോഴും എക്സിനെ കൊണ്ട് നടക്കുന്നുണ്ടാവും. ഇപ്പം നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും അവരുടെ DMസിലായാലും വാട്സപ്പിലായാലും ഇൻസ്റ്റയിലായാലും ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള രീതിയിൽ അവരുടെ എക്സിനെ പലയിടത്തും കാണാൻ പറ്റും. ഇപ്പോൾ കമൻറ്റിൽ പോസ്റ്റ് ഇടുന്നാലും. പക്ഷെ നിങ്ങൾ ചോദിച്ചാൽ ഇപ്പോഴും എക്സുമായിട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ജസ്റ്റ് ഫ്രണ്ട്സ് ആണ്, അല്ലെങ്കിൽ അവൾ എൻ്റെ ഫ്രണ്ടാണ്, അവൻ എൻ്റെ ഫ്രണ്ടാണ്, അതാണ് അങ്ങനെ ഇടയ്ക്ക് മിണ്ടുന്നത് എന്നൊക്കെ ആയിരിക്കും മറുപടി. ഇനി അടുത്ത ആൾക്കാരാണ് സ്വന്തം തെറ്റ് തന്നെ പാർട്ട്ണറിന്റെ തലയിലാക്കി കൊടുക്കുന്ന ആൾക്കാർ. അതായത് നിങ്ങളായിരിക്കും എല്ലായിടത്തും കുറ്റക്കാർ. എന്ത് തെറ്റ് ചെയ്താലും ആര് പ്രശ്നം ഉണ്ടാക്കിയാലും എല്ലായിടത്തും നിങ്ങളായിരിക്കും കുറ്റക്കാർ. ഇനിയിപ്പോൾ നമ്മൾ എല്ലാ തെളിവുകളും നിരത്തി ഇപ്പൊ അവരുടെ മേലാണ് അവർ ചെയ്തതാണ് തെറ്റെന്ന് നമ്മൾ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ പറഞ്ഞു എന്നിരിക്കട്ടെ, എന്നാൽ തന്നെ അവര് സ്വന്തം തെറ്റ് സമ്മതിച്ചു തരൂല. അതിന് പകരമായിട്ട് ചിലപ്പോൾ ചോദിക്കുമോ ഇതെല്ലാം നീ ഇപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ തളർത്താൻ വേണ്ടിയല്ലേ, എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ലേ, എന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയല്ലേ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ള രീതിയിലായിരിക്കും മറുപടി. ഇനി നേരത്തെ പറഞ്ഞാൽ കുറച്ച് ആൾക്കാരുണ്ട് ഇപ്പൊ സീക്രട്ട് ഏജൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ നിങ്ങൾ അവരുടെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ആൾക്കാർക്കൊക്കെ നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാനായിട്ട് അവർക്ക് നല്ല പാടായിരിക്കും. പിന്നെ ഏതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലായാലും നിങ്ങളുടെ ഫോട്ടോ ഇപ്പോൾ ഒന്ന് പോസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് സ്റ്റോറി ഇടാനോ ഒന്നും അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. ബട്ട് അവരുടെ വേറെ ആൾക്കാരുടെ ഒക്കെ ഫോട്ടോയും അല്ലാത്ത സ്റ്റോറിയൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഇനി അടുത്ത ആൾക്കാരാണ് ഗ്രീൻ ഫ്ലാഗ്സ് എന്ന് പറയുന്നത്. ഗ്രീൻ ഫ്ലാഗ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങളുമായിട്ട് ഒരു കൺസിസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. കാരണം ഇപ്പൊ നിങ്ങൾ ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിലോ കോൾ ചെയ്യുകയാണെങ്കിലോ നിങ്ങളൊരു കസ്റ്റമർ കെയർ ബോട്ടിന് മെസ്സേജ് അയക്കുന്നു എന്നുള്ളൊരു ഫീൽ നിങ്ങൾക്ക് തരാണ്ട് തന്നെ അതിനെല്ലാത്തിനും റിപ്ലൈ തിരിച്ച് കിട്ടും. ഒരു നോർമൽ പേഴ്സൺ ആയിട്ട് ആക്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ബൗണ്ടറീസിനെ റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഇപ്പൊ നിങ്ങൾ പറയാണ് എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു സ്പേസ് വേണമെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് കേൾക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരായിരിക്കും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങളെ ജെലസ് ആക്കാനായിട്ട് ട്രൈ ചെയ്യില്ല. അതുപോലെ നിങ്ങളെ കുറച്ച് നാളത്തേക്ക് അവോയ്ഡ് ചെയ്ത് നിർത്തിയിട്ട് നിങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ നോക്കൂല, അങ്ങനത്തെ ആൾക്കാരായിരിക്കും. അതുപോലെ നിങ്ങൾ പറയുന്ന ഓരോ ചെറിയ കാര്യങ്ങൾ വരെയും ഓർത്തിരിക്കുന്ന ആൾക്കാരായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സംസാരത്തിൻ്റെ ഇടയിലോ നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് ഇത് ഇഷ്ടമാണ് അല്ലെങ്കിൽ അത് ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അതുവരെ ഓർത്തിരുന്ന് മേ ബി നിങ്ങൾക്ക് അതൊക്കെ മേടിച്ചെന്ന് സർപ്രൈസ് തരുന്ന ആൾക്കാരായിരിക്കും. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ കുറ്റവും നിങ്ങളുടെ തലയിലാക്കിക്കൊണ്ട് അങ്ങനെ നിങ്ങളെ കുറ്റക്കാരിയാക്കാണ്ട് ഇപ്പൊ അവരുടെ ഭാഗത്തു നിന്നൊരു തെറ്റുണ്ടായി കഴിഞ്ഞാൽ അവര് സോറി പറയാനായിട്ട് റെഡി ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരായിരിക്കും. അവർക്ക് സോറി പറയുന്നതിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുപോലെ അവരുടെ തെറ്റ് പറയുന്നതിലും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ ഒരു കാര്യമാണ്, അവര് നിങ്ങളെ എപ്പോഴും സെക്യൂർ ആയിട്ട് വെക്കാനായിട്ട് നോക്കും. നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാണ്ട് തന്നെ സെക്യൂർ ആയിട്ട് വെക്കാൻ നോക്കും. ഇനി നേരത്തെ പറഞ്ഞതുപോലെ റെഡ് ഫ്ലാഗ്സിൽ ഇപ്പം നിങ്ങൾക്ക്
അവരയക്കുന്ന ഓരോ മെസ്സേജും ഒന്നും കൂടി ഓവർ അനലൈസ് ചെയ്യേണ്ടി വരുന്നു. അവരയക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ഒന്നും കൂടി നോക്കേണ്ടി വരുന്നു എന്നുള്ളതാണെങ്കിൽ അത് ഒരു സ്ട്രെസ്സാണ്, അത് ലവ് അല്ല. അതുപോലെ നേരത്തെ പറഞ്ഞ സ്വന്തം തെറ്റിന് സമ്മതിക്കുന്നു അല്ലെങ്കിൽ സോറി പറയുന്നതിന് നമുക്ക് ഇമോഷണൽ മെച്യൂരിറ്റി എന്ന് കൂടി പറയാം. ഇപ്പം അവരുടെ തെറ്റ് അവരോട് സമ്മതിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്ത് സോറി പറയുമ്പം അവരത് ക്ഷമിക്കാൻ തയ്യാറാവുന്നു എന്നുള്ളതൊക്കെ ഇമോഷണൽ മെച്യൂരിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. നേരത്തെ പറഞ്ഞ റെഡ് ഫ്ലാഗ്സിൽ നമുക്കിപ്പം ടോക്സിക് പീപ്പിൾസിനെ കൂടെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ഫീൽ ആവും നമുക്ക് ആ റിലേഷനിൽ നിന്നിട്ടും വിട്ടു പോരണമെന്ന്. പക്ഷേ അവർ നമ്മളെ ഇമോഷണലായിട്ട് നമ്മളെ ഡൗൺ ആക്കുന്ന രീതിയിലായിരിക്കും. ഇപ്പം നമ്മൾക്ക് അതിൽ നിന്ന് വിട്ടു പോരണം എന്ന് വിചാരിച്ചാൽ തന്നെ അവരെ അതിൽ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നപ്പോൾ നമുക്ക് അതിൽ നിന്ന് വിട്ടു പോരാൻ പറ്റില്ല. കാരണം അവരിപ്പം നമ്മൾ പോകുന്നു എന്നുള്ള രീതിയിൽ അവരെ ഒന്ന് കാണിച്ചാൽ പോലും അവരിപ്പോൾ പറയും നീ ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല, ജീവിക്കാൻ പറ്റില്ല. പക്ഷേ അവരെ അത്രയും ടോക്സിക് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ എന്താണ് റെഡ് ഫ്ലാഗ് ആൻഡ് ഗ്രീൻ ഫ്ലാഗ് എന്നുള്ളത് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നു എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഇതുപോലുള്ള മോർ വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ബൈ.